إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ സമീപ പ്രദേശത്തുണ്ടായ ഒരു ഭയാനകരമായ ഉരുൾപൊട്ടലിന്റെ അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെ വേദനാജനകമായ കാഴ്ചകളിലൂടെ വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ട, അവനിലേക്ക് അഭയം തേടേണ്ട, അവനോട് പാപമോചനം തേടേണ്ട, അവനിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട സമയമാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ആയത്തുകളിലൂടെ, ഇതുപോലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ അവന്റെ അടിമകളെ ഭയപ്പെടുത്തുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ പറയുകയുണ്ടായി. ذلك يخوف الله به عباده يا عبادي فاتقون. അവന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് റബ്ബ് പറയുകയുണ്ടായി. അവൻ അത് മുഖേന അവന്റെ അടിമകളെ ഭയപ്പെടുത്തുന്നു. യാ ഇബാദി ഫത്തഖൂൻ. അതുകൊണ്ട് എന്റെ അടിമകളെ ഫത്തഖൂൻ, എന്നെ സൂക്ഷിക്കുക നിങ്ങൾ. അല്ലാഹുവിലും പരലോകത്തിലും റബ്ബിന്റെ വിധിയിലുമെല്ലാം വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനേകം പാഠങ്ങൾ, ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക, പാഠം ഉൾക്കൊള്ളുക. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച്, അവന്റെ മഹത്തായ കഴിവിനെ കുറിച്ച്, അവന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവന് കഴിയാത്തതായി യാതൊന്നുമില്ല. നമ്മുടെ മുകൾ ഭാഗത്തുകൂടെ ഇടിനാദങ്ങളയക്കുവാൻ, ഘോര ശബ്ദങ്ങളയക്കുവാൻ, കാറ്റുകളയക്കുവാൻ, അങ്ങനെ നമ്മെ നശിപ്പിച്ചു കളയാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഭൂമിയിൽ നമ്മെ ആഴ്ത്തിക്കളയാൻ, ഭൂകമ്പങ്ങൾ ഉണ്ടാക്കാൻ, ഈ സമുദ്രങ്ങളെ പൊട്ടിയൊഴുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബിസക്കും ശിയഅൻ വയുദീഖ ബഅദക്കും ബഅസ ബഅദ് ഉൻദുർ കൈഫ നുസർറിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. നോക്കൂ, അല്ലാഹു പറഞ്ഞത്, ഖുൽ, പറയുക നബിയെ, ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, അവൻ കഴിവുള്ളവൻ തന്നെയാണ്. യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മുകൾ ഭാഗത്തു നിന്ന് ഒരു ശിക്ഷ നിങ്ങൾക്ക് നേരെ അയക്കുവാൻ. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് കീഴെ നിന്ന്. ഔ യൽബിസക്കും ശിയഅൻ വയുദീഖ ബഅദക്കും ബഅസ ബഅദ്, അല്ലെങ്കിൽ നിങ്ങളെ
പല കക്ഷികളായി തിരിച്ച് ചിലരുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഉൻദുർ, നീ നോക്കൂ, കൈഫ നുസർരിഫുൽ ആയാത്ത്, എങ്ങനെയാണ് നാം ആയത്തുകൾ വിശദീകരിക്കുന്നത്, വിവരിക്കുന്നത് എന്ന്. ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ പാഠം ഉൾക്കൊള്ളാൻ, അവർ കാര്യം ഗ്രഹിക്കുവാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതുമ്പോൾ ഇതിലെ ഓരോ തരം ശിക്ഷയെക്കുറിച്ച് റബ്ബ് പറയുമ്പോൾ അല്ലാഹുവിനോട് കാവൽ തേടിയത് ഹദീസുകളിൽ നമുക്ക് കാണാം. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, പറയുക, റബ്ബ് മുകളിൽ നിന്നൊരു ശിക്ഷ നിങ്ങൾക്ക് നേരെ അയക്കാൻ കഴിവുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിൽ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, അഊദു ബിവജ്ഹിക്, റബ്ബേ നിന്റെ വജ്ഹ് മുഖേന, നിന്റെ മഹത്തരമായ വജ്ഹ്, നിന്റെ മുഖം, അത് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ ശിക്ഷ അയക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബിവജ്ഹിക്, അല്ലാഹുവേ നിന്റെ വജ്ഹ് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഔ യൽബിസകും ശിയഅ വയുദീഖ ബഅദകും ബഅസ ബഅദ്, നിങ്ങളിൽ ചിലരെ തന്നെ പല പല കക്ഷികളാക്കി തിരിച്ച് ചിലരുടെ ഉപദ്രവങ്ങൾ മറ്റു ചിലരെ ഏൽപ്പിക്കുവാൻ കഴിവുള്ളവനാണ് റബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, ഹാദാ അഹ്വൻ, ഇത് കൂട്ടത്തിൽ നിസാരമാണ്. നോക്കൂ, റബ്ബിന്റെ ശിക്ഷ വന്നാൽ അത് തടുത്തു നിർത്താൻ ആർക്കാണ് സാധിക്കുക? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് അവന്റെ ഹിഫ്ളല്ലാതെ, അവന്റെ സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണവും ഈ ഭൂമിയിൽ ഒരാൾക്കുമില്ല, ഒരു പടപ്പിനുമില്ല. നിങ്ങൾ കേട്ടില്ലേ സഹോദരങ്ങളെ, അതാ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ പലരും, അതിലകപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ പലതും, അവരിൽ പലരും പറയുകയാണ്, അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, ഈ ദുരന്തം വരുന്നതിന് മുൻപ് അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് കേട്ടതിനാൽ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു വീട്ടിലേക്ക് മാറിയതായിരുന്നു ഞങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടേക്കായിരുന്നു അവർ ഉറങ്ങിക്കിടക്കവേ, അവർ ചിന്തിക്കാത്ത നേരത്ത് അപകടമെത്തിയത്. പ്രിയമുള്ളവരെ, എവിടെയാണ് നമുക്ക് കാവലുള്ളത്? ഏത് ഭൂമിയാണ് നമ്മുടെ ഭാരം താങ്ങുക? ഏതാകാശമാണ് നമുക്ക് തണൽ വിരിച്ചു തരിക? അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഇതുപോലൊന്ന് നമുക്ക് നേരെ അയക്കാൻ ഉദ്ദേശിച്ചാൽ, അതുകൊണ്ട് അവന്റെ ഹിഫ്ളല്ലാതെ, അവന്റെ സംരക്ഷണമല്ലാതെ മറ്റൊരു സംരക്ഷണവുമില്ല എന്ന പാഠം മനസ്സിലാക്കുക, അതറിയുക. അള്ളാഹുവിൻ്റെതാണ് ഭൂമി മുഴുവൻ, ആകാശം മുഴുവൻ. ഭൂമി അവന്റേതാണ്, ആകാശം അവന്റേതാണ്. അവന്റെ സൈന്യം, അതിന്റെ എണ്ണം എത്രയാണെന്ന് മറ്റാർക്കും അറിയില്ല. വലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, റബ്ബിന്റെ സൈന്യത്തെ കുറിച്ച് അവനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ഇതാ ഈ ഭൂമിയെ നമുക്ക് ചവിട്ടി നടക്കാൻ, അതിനു മുകളിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ, അതിൽ കൃഷി ചെയ്യാൻ, അതിലോടി നടക്കുവാൻ, അതിലൂടെ സഞ്ചരിക്കുവാൻ എല്ലാം സൗകര്യപ്പെടുത്തിയത് റബ്ബാണ്. അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅ വഅംവാത, അല്ലാഹു പറഞ്ഞില്ലേ, ഭൂമിയെ നാം ജീവനുള്ളവർക്കും ജീവനില്ലാത്തവർക്കും അവരെല്ലാം ചേർത്തു പിടിക്കുന്നതാക്കിയില്ലേ? അതാ ജീവനുള്ള റബ്ബിന്റെ പടപ്പുകൾ, മനുഷ്യർ ഈ ഭൂമിക്ക് മുകളിലൂടെ നടക്കുമ്പോൾ ജീവനില്ലാത്തവരെ ഈ ഭൂമിയുടെ ഉൾഭാഗം അത് താങ്ങുന്നു. ഭൂമിയിൽ മൺമറഞ്ഞവർ എന്നാണ് മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. മരിച്ചുപോയവരെ ഭൂമിയുടെ അകം താങ്ങുന്നുവെങ്കിൽ ജീവനുള്ളവരെ ഭൂമിയുടെ മുകൾ ഭാഗം താങ്ങുന്നു. അള്ളാഹുവാണ് ഈ ഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനിച്ചത്. അതിനെ ഏതു രൂപത്തിലാക്കി തീർക്കുവാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. നോക്കൂ, മുൽക്ക് മുഴുവൻ, അധികാരം മുഴുവൻ അവന്റേതാണ്, എല്ലാം റബ്ബിന്റേതാണ്. അവൻ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠമാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന്. ഒന്നിന്റെയും ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിലില്ല. ഈ ഭൂമിയോ ഇതിലെ കെട്ടിടങ്ങളോ ഇവിടെയുള്ള സമ്പത്തോ ഒന്നും, പ്രിയമുള്ളവരെ, ശാശ്വതമായി നമ്മുടേതല്ല, മറ്റുള്ള ആളുകളുടേതായിരുന്നു ഇത്. താൽക്കാലികമായി അള്ളാഹു നമ്മെ ഇതിന്റെ അനന്തരാവകാശങ്ങളാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഇത് നമുക്ക് ശേഷമുള്ളവർക്ക് കൈവിട്ടുകൊണ്ട് കടന്നുപോകും ഈ ഭൂമിയിൽ നിന്ന്. അതുപോലെ നമ്മൾ അങ്ങേയറ്റം ദുർബലരാണ്, കഴിവില്ലാത്തവരാണ്. എത്ര ബുദ്ധിയും സാമർഥ്യവും ശാരീരിക ബലവുമെല്ലാം ഉണ്ടായാലും
അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതുപോലെ വല്ലതും ഒന്നയച്ചാൽ, ഒരു കാറ്റു വന്നാൽ, ഒരു ഭൂകമ്പം ഉണ്ടായാൽ, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ആർക്കാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ഏതു മനുഷ്യനാണ് എന്റെ ശക്തിയും സാമർഥ്യവും കൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയാൻ സാധിക്കുക? ആളുകൾ ഓടുകയാണ്. ആളുകൾ രക്ഷ എവിടെയാണ് എന്നന്വേഷിച്ചു പായുകയാണ്. വലിയ വലിയ മനുഷ്യർ, ഇന്നലെ വരെ അഹങ്കരിച്ചു നടന്നിരുന്നവർ, ഇന്നലെ വരെ സന്തോഷിച്ചിരുന്നവർ, അശ്രദ്ധയിൽ കഴിഞ്ഞിരുന്നവർ എല്ലാം എടുത്ത് ഓടുകയാണ്. ജീവനം കൊണ്ട് ആളുകൾ രക്ഷപ്പെടുകയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, റബ്ബിന്റെ ആയത്തുകളെ കുറിച്ച്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആയത്തിൽ അതിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. ഉൻദുർ, നീ നോക്കുക, കൈഫ നുസർരിഫുൽ ആയാത്ത്, എങ്ങനെയാണ് നാം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത് എന്ന്. ലഅല്ലഹും യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കാൻ, ആലോചിക്കാൻ, മനസ്സിലാക്കാൻ. എന്ത് കണ്ടാലും, എത്ര വലിയ അപകടങ്ങൾ മുന്നിൽ കണ്ടാലും, എത്ര മരണങ്ങൾ മുന്നിലൂടെ കടന്നുപോയാലും ഒന്നും സംഭവിക്കാത്തവരെ പോലെ നിൽക്കരുത് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ നബിയുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ പറഞ്ഞു, അതൊരു യഹൂദിയുടെ മയ്യിത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞത് മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം, ഇന്നലിൽ മൗതി ഫസഅൻ, മൗത്തിന്, മരണത്തിന് അതിനൊരു ഭീതിപ്പെടുത്തലുണ്ട്. മരണം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് പോയി പോകുക എന്ന് പറയുന്നത്, അതൊരു മുഅ്മിനിനെ, അവനെ ചിന്തിപ്പിക്കുന്ന, അവനെ ഭയപ്പെടുത്തുന്ന, സുബ്ഹാനല്ലാഹ്, അവനെ എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന കാര്യമാണ്. മരണം ഭയാനകരമാണ്. അത് പ്രിയമുള്ളവരെ, ഏത് സന്തോഷത്തിലും അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, ഏത് ദുഃഖത്തിലും അമിതമായി നിരാശപ്പെടാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാ സുഖാഡംബരങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ ഓർക്കുക, ധാരാളമായി ഓർക്കുക, എല്ലാ രുചികരമായ കാര്യങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, എത്ര നമുക്ക് ആലോചിക്കാനുണ്ട്. ചെറിയ കുട്ടികളും പ്രായമേറിയവരും യുവാക്കളുമെല്ലാം, അവരെല്ലാം ഒന്നടങ്കം മരിച്ചു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയം കൊണ്ട് ഒന്നാകെ ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ അതിനടിയിലായി പോകുന്ന, കൂട്ടമായി ആളുകളെ ഖബറടക്കേണ്ടി വരുന്ന ആ രംഗത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഭയാനകരമായ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ചിന്തിക്കണം, ആലോചിക്കണം. അശ്രദ്ധരായി നമ്മൾ നടന്നുകൂടാ. ആലോചിക്കാനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ആയത്തുകൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. വമനുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, റബ്ബ് പറയുന്നു, വമനുർസിലു ബിൽ ആയാത്ത്, ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നാം അയക്കുന്നില്ല, ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്താനല്ലാതെ. അതുകൊണ്ട് ബുദ്ധിയുള്ള അടിമകൾ അല്ലാഹുവിനെ ഭയപ്പെടും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടാൽ. എന്നാൽ മനസ്സ് മരവിച്ചു പോയ ആളുകൾ, കൽബ് കല്ലിച്ചു പോയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കണ്ടാലും അവന് ചിന്തിക്കാൻ സാധ്യമല്ല. അവൻ ഭൗതികമായ കാരണങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്, അവിടെ കുന്നിടിച്ചത് കൊണ്ടാണ്, അവിടെ പാടം നികത്തിയത് കൊണ്ടാണ് എന്നിങ്ങനെ ഭൗതികമായ കാരണങ്ങളെ കുറിച്ച് മാത്രം അവൻ പറയുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അതിലെ പാഠങ്ങൾ അവൻ ആലോചിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മുൻപ് മണ്ണോട് മണ്ണ് ചേർന്ന് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞ സമുദായങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം റബ്ബ് പറയുകയുണ്ടായി, فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. فإنها لا تعمى الأبصار, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്. ولكن تعمى القلوب التي في الصدور, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു? അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്നിങ്ങനെ ചിന്തിക്കാൻ കഴിയാതെ പോയാൽ പ്രിയമുള്ളവരെ, അതങ്ങേയറ്റം നഷ്ടമായിരിക്കും, അത് നമ്മുടെ നാശത്തിന് കാരണമായിരിക്കും എന്ന് ചിന്തിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു മുൻപ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നേരെ അയച്ച ശിക്ഷകളെ കുറിച്ച്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ
കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ അവന്റെ നടപടിക്രമത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ വരാനിരിക്കുന്ന അന്ത്യനാളിന്റെ യൗമുൽ ആഖിറിന്റെ ഭയാനകതയെക്കുറിച്ച് ഈ പാഠങ്ങൾ, ഈ ആയത്തുകൾ, നാം ഈ കണ്ട കാഴ്ചകൾ, കാണാതിരിക്കുന്ന ആ കാഴ്ചകളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കുക, എന്തുകൊണ്ടാണ് അള്ളാഹു മുൻകഴിഞ്ഞ സമുദായങ്ങളെ നശിപ്പിച്ചത്. അതുപോലെ അന്ത്യനാൾ, വരാനിരിക്കുന്ന ആ ഭയാനകരമായ നാൾ അതെങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് പ്രിയമുള്ളവരെ ആലോചിക്കുക. ആലോചിക്കാനുള്ള കാര്യങ്ങളാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് മുന്നിൽ നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടാൽ ഒരു മുഅ്മിൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, അവൻ വീഴ്ച വരുത്താൻ പാടില്ലാത്ത മറ്റൊരു കാര്യം അള്ളാഹുവിനുള്ള ശുക്റാണ്. അവനുള്ള ശുക്റാണ്. ആ കാര്യം ഒരിക്കലും പ്രിയമുള്ളവരെ മറക്കാതിരിക്കുക. കാരണം ജനങ്ങളെല്ലാം, ആളുകളെല്ലാം അള്ളാഹുവിന്റെ ആദിലിനും അവന്റെ ഫദ്ലിനും ഇടയിൽ മാത്രമാണ്. ജനങ്ങൾക്കൊരിക്കലും അള്ളാഹുവിൽ നിന്നൊരിക്കലും ഒരു അനീതി നേരിടേണ്ടി വരികയില്ല. ഒന്നുകിൽ അള്ളാഹുവിന്റെ നീതി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം. ഇതിനു രണ്ടിനുമിടയിൽ മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം മുഴുവൻ അവന് ഖൈറാണ്, അവന് നന്മയാണ്. ഇൻ അസാബത്ഹു ദർറാഉ ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു, അവനൊരു സന്തോഷകരമായ ഒരു കാര്യമുണ്ടായാൽ അവനതിൽ അള്ളാഹുവിന് നന്ദി കാണിക്കും. അങ്ങനെ അവന് ഖൈറായി തീരും. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ, അത് ബാധിക്കാത്തവർ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവനാണ്. വൈൻ അസാബത്ഹു ദർറാഉ സബറ ഫകാന ഖൈറൻ ലഹു, ഇനി അവന് പ്രയാസകരമായ വല്ലതും അവനെ ബാധിച്ചാൽ അവനതിൽ ക്ഷമിക്കും. അങ്ങനെ അത് അവന് ഖൈറായി തീരും. മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും ഇതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപകടങ്ങളിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സബർ കൈക്കൊള്ളാൻ ആ സഹോദരങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവർക്ക് പ്രയാസങ്ങളിൽ എളുപ്പം നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ, അപകടങ്ങളിൽ അകപ്പെട്ട് മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു ശുഹദാഇന്റെ പദവി നൽകി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ഈ പ്രയാസങ്ങളിൽ അകപ്പെടാത്തവർ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ജീവിതം കൊണ്ടുമെല്ലാം അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. കാരണം നിഅമത്ത്, ഇതാ ഈ സ്വസ്ഥതയും അപകടങ്ങളില്ലാത്ത ഈ അവസ്ഥയുമെല്ലാം നിലനിൽക്കാൻ റബ്ബിനുള്ള ശുക്ർ കൊണ്ടാണ് സാധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തി തരിക, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരിക ശുക്ർ കൊണ്ടാണ്. വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു പറയുകയുണ്ടായി, വഇദ് തഅദ്ദന റബ്ബുകും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ, നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അറിയുക, എന്റെ ശിക്ഷ അത് കഠിനമായത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അപകടങ്ങൾ ഏൽക്കാത്തവരെ അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഏതേത് കാര്യത്തിലും അള്ളാഹു അവൻ ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കുന്ന ഏതേത് കാര്യത്തിലും അവന്റെ ഹിക്മത്തുണ്ട്, അവന്റെ മഹത്തരമായ യുക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും തന്നെ യുക്തിയില്ലാതെ വെറുതെ സംഭവിക്കുന്നതല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളുടെയും അതുപോലെ ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന്, അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് പിഴച്ചുപോയ ചില കക്ഷികളുടെയും വാദമാണ് അള്ളാഹു ചില പ്രവർത്തനങ്ങൾ ഒരു ഹിക്മത്ത് അതിന്റെ പിന്നിലില്ലാതെ കേവലം അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രം ചെയ്യുമെന്ന്. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ഏത് പ്രവർത്തിക്കു പിന്നിലും അവന്റെ ഹിക്മത്തുണ്ട്, അവന്റെ യുക്തിയുണ്ട്, മഹത്തരമായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ചിലത് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നേക്കും, ചിലത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അറിയിച്ചു തരികയില്ല. അവന്റെ അടിമകളെ ഭയപ്പെടുത്തുക ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഭയപ്പെട്ട അടിമകൾ തിന്മകൾ അവസാനിപ്പിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏത് നഷ്ടമുണ്ടായിട്ടുണ്ട് എങ്കിലും അതിനെല്ലാം പകരം കൺകുളിർപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപകടങ്ങളിൽ അകപ്പെട്ട ആളുകൾക്ക്
പാപങ്ങൾ അള്ളാഹു അത് മുഖേന പുറത്തു കൊടുക്കുക. അള്ളാഹു അവൻ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ശുഹദാഇനെ അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുക. ചില അപകടങ്ങളിൽ മരിക്കുന്ന ആളുകൾ, അവർക്ക് ഷഹീദുകളുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ധാരാളക്കണക്കിന് ഹിക്മത്തുകൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്ക് പിന്നിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക, അവനിലേക്ക് പാപമോചനം തേടി മടങ്ങുക, അവനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തരമായ അനുഗ്രഹങ്ങൾക്കിടയിലാണ് നാം ജീവിക്കുന്നത് എന്ന കാര്യം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു ഭൂമിയിൽ, ഒരു നാട്ടിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നോക്കൂ, അപകടങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ആളുകൾ സ്വസ്ഥമായി നിർഭയമായി ജീവിക്കുന്ന നാടുകൾ എത്ര എത്രയുണ്ട്, അതിന്റെ എത്ര എത്ര ഇരട്ടിയുണ്ട് എന്ന് ചിന്തിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഏത് നാടും, ഭൂമിയിലെ മുഴുവൻ രാജ്യങ്ങളും പ്രദേശങ്ങളും ഇതുപോലെ ആക്കി തീർക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല, അവനെ തടയാൻ ആരുമില്ല. ഒരു ദിവസം അത് ബുദ്ധിമുട്ടുകളുടെ, വേദനകളുടെ, കണ്ണീരിന്റെ ദിവസമാണ് എങ്കിൽ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, സ്വസ്ഥതയുടെ ദിനങ്ങൾ, വർഷങ്ങൾ എത്ര എത്രയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നുപോകുന്നത് എന്നാലോചിക്കുക. എല്ലാ ദിവസവും ഇതുപോലുള്ള വാർത്തകളുടെ ദിവസങ്ങളാക്കി തീർക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനെ തടയാൻ ആരാണുള്ളത്? അവന്റെ വിധിയെ തടുക്കാൻ ആരുണ്ടെന്ന് ചിന്തിക്കുക. നോക്കൂ, ഇതാ ഈ ഭൂമി അത് ഒന്നിളകിയിരുന്നുവെങ്കിൽ, അള്ളാഹു അതിനെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നുവെങ്കിൽ, ഈ സമുദ്രത്തെ അള്ളാഹു ഭൂമിക്ക് നേരെ പൊട്ടിച്ചൊഴുക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നമുക്കറിയാം ഭൂമിയുടെ എത്രയോ ഇരട്ടി അതിനു ചുറ്റുമുള്ള സമുദ്രമാണ് എന്ന്. അള്ളാഹു അതിനെ മുഴുവൻ ഈ രൂപത്തിലാക്കിയിരുന്നുവെങ്കിൽ ഈ പർവ്വതങ്ങളെയെല്ലാം അള്ളാഹു തകർത്ത് ഭൂമിക്ക് നേരെ, മനുഷ്യർ വസിക്കുന്ന ഇടങ്ങൾക്ക് നേരെ അതിനെ ഒഴുക്കി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ആലോചിച്ചു നോക്കൂ, ആരുണ്ട് റബ്ബിനെ തടയാൻ? അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുക, അള്ളാഹുവിനെ നന്ദി കാണിക്കുക. അള്ളാഹു അതിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ആ മഹാപ്രളയവും അതിൽ അള്ളാഹു രക്ഷപ്പെടുത്തിയ കപ്പലിലെ ആളുകളെ കുറിച്ചും പറഞ്ഞത് അള്ളാഹു എങ്ങനെയാണ് അതേക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്ന് നോക്കൂ നിങ്ങൾ. ഇന്ന ലമ്മ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ ലിനജഅലഹാ ലക്കും തദ്കിറതൻ വതഅയഹാ ഉദുനു വാഇയ. ഇന്ന ലമ്മ തഗൽ മാ, അത് ആ വെള്ളം അതിന്റെ പരിധി വിട്ടപ്പോൾ, ആളുകളെ മുക്കിക്കളഞ്ഞപ്പോൾ, ഹമൽനാകും ഫിൽ ജാരിയ, മനുഷ്യരെ നിങ്ങളെ നാമ സഞ്ചരിക്കുന്ന കപ്പലിൽ രക്ഷപ്പെടുത്തുകയുണ്ടായി. ലിനജഅലഹാ ലക്കും തദ്കിറതൻ വതഅയഹാ ഉദുനു വാഇയ, അത് നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാക്കുവാൻ വേണ്ടി, ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന കാതുകൾ അത് കേട്ട് പാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടി. അതുകൊണ്ട് തുറന്ന കാതുകൾ ഉള്ളവരാവുക, കാണുന്ന കാഴ്ചയുള്ള കണ്ണുകൾ ഉള്ളവരാവുക. അതല്ലാതെ എന്തു കണ്ടാലും ഒരു ചലനവുമില്ലാത്ത മരവിച്ച ഹൃദയത്തിന്റെ ആളുകളാകരുത് നമ്മൾ. അള്ളാഹു പറഞ്ഞതുപോലെ കണ്ണുണ്ടായിട്ടും കാണാത്തവർ, കാതുണ്ടായിട്ടും കേൾക്കാത്തവർ, ഹൃദയങ്ങൾ ഉണ്ടായിട്ടും കാര്യം ഗ്രഹിക്കാത്തവർ, അങ്ങനെയുള്ള കന്നുകാലികളെക്കാൾ മോശക്കാരായ ആളുകളായി നമ്മൾ തീരരുത് പ്രിയമുള്ളവരെ. ഇതുപോലുള്ള അപകടങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നത് മറക്കാതിരിക്കുക. ഇതാ ഈ പ്രപഞ്ചത്തിൽ ഉദ്ദേശിച്ചതുപോലെ പ്രവർത്തിക്കുന്ന റബ്ബ്, അവനാണ് നമ്മുടെ റബ്ബ്. അവനാണ് നമുക്ക് ഈ ജീവിതം നൽകിയവൻ, നമ്മെ മരിപ്പിക്കുന്നവൻ അവനാണ്.
ഈ ഉദ്ദേശിച്ചതുപോലെ ആർക്കും തടയാനാവാത്ത വിധി വിധിക്കുന്ന റബ്ബ്, ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും തടുത്തു നിർത്താൻ സാധിക്കാത്ത രൂപത്തിൽ വിധിക്കുന്ന റബ്ബ്, ആ റബ്ബാരോ അവന്റെ നിയമമാണ്, അവന്റെ ശറഅാണ്, അവന്റെ ദീനാണ് നീ നിന്റെ ജീവിതത്തിലും പാലിക്കേണ്ടത്. പ്രിയമുള്ളവരെ, എത്ര എളുപ്പമുള്ള, എത്ര മഹത്തരമായ, എന്നാൽ എത്ര ലളിതമായ പാഠമാണ്. ഈ പ്രപഞ്ചത്തിൽ റബ്ബിന്റെ വിധിയെ തടുക്കാൻ മനുഷ്യന് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ സംഭവിക്കുകയില്ല. ജനിക്കുന്നവൻ ജനിക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച്, മരിക്കുന്നവൻ മരിക്കുന്നത് അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ച്. നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിയന്ത്രിക്കുന്നത് റബ്ബാണ്. നിന്റെ ശ്വാസനിശ്വാസങ്ങൾ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. എങ്കിൽ സഹോദര, നിന്റെ ദീൻ, നിന്റെ ജീവിതം അള്ളാഹു നിശ്ചയിച്ച ശറഅിനനുസരിച്ചായിരിക്കണം. അതാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകം അവസാനിക്കാറായിരിക്കുന്നു. ഈ ലോകത്തിന് അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ എത്ര സമയമുണ്ടോ, ആ അല്പസമയം പോലെ മാത്രമല്ലാതെ ഈ ലോകത്തിന് ബാക്കിയില്ല. ഈ ലോകത്തിന്റെ ഈ പകലിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞുപോയി, പകലിന്റെ മധ്യഭാഗം ഉച്ച കഴിഞ്ഞുപോയി, വൈകുന്നേരമായിരിക്കുന്നു. വൈകാൻ, അതാ അസ്തമിക്കാൻ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ സമയമായിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തടുത്ത രണ്ടു വിരലുകൾ അത് ഉയർത്തി കാണിച്ചു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു അന വസ്സാഅതു കഹകദാ എന്ന് പറഞ്ഞതോർക്കുക. ഞാനും അന്ത്യനാളും ഇതാ ഇപ്രകാരമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തടുത്ത രണ്ടു വിരലുകൾ ചേർത്തുകൊണ്ട് പറയുകയാണ്, അന്തിമ റസൂലാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു റസൂൽ വരാനില്ല, ഇനിയൊരു ഉമ്മത്ത് വരാനില്ല. അവസാനത്തെ ഒടുവിലത്തെ ഉമ്മത്താണ് നമ്മൾ. അന്ത്യനാൾ അതിനു മുന്നിലുള്ള സമുദായമാണ് നമ്മൾ എന്നോർക്കുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് സമയമില്ല. ഈ ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള ആ പരലോകമാകട്ടെ ഒരാൾക്കും ഒരു മുൾക്കും അവകാശപ്പെടാനില്ലാത്ത ലോകമാണ്. ഈ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി എന്റേതായി ഉണ്ട് എന്ന് എനിക്ക് പറയുക സാധ്യമല്ല. അവിടെ മനുഷ്യൻ അവിടെ പറയുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. എന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം എന്നിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നു, അത് നശിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നും കയ്യിലില്ലാത്ത, മുൽക്ക് മുഴുവൻ റബ്ബിന്റേതാകുന്ന, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ആരുടേതാണ് ഇന്നത്തെ അധികാരം എന്ന് ചോദിക്കും. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സകലതിനെയും അടക്കി ഭരിക്കുന്ന റബ്ബിനു മാത്രം എന്ന് പറയപ്പെടുന്ന ആ നാളിനെ കുറിച്ച് ഓർക്കുക. മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ മാലിക് എന്ന് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവൻ ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും മാലിക് തന്നെയാണ്. പിന്നെന്തുകൊണ്ടാണ് പരലോകത്തിന്റെ മാലിക് എന്ന് പ്രത്യേകം അവനെ കുറിച്ച് പറഞ്ഞു? കാരണം ആ നാൾ ഒരാളും ഒരു മുൽക്കും അവകാശപ്പെടാത്ത നാളാണ്. ഒരു രാജാവും തന്റെ അധികാരമാണ് ഇവിടെ നടപ്പിലാവുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരികയില്ല. അവിടെ രാജാവും പ്രജയുമില്ല. മറിച്ച് സകല രാജാക്കന്മാരുടെയും രാജാവായ യഥാർത്ഥ മാലിക്കുൽ മുൽക്കായ അള്ളാഹുവും അവന്റെ അടിമകളും, അവൻ പടപ്പുകളെല്ലാം അവരുടെ അടിമത്വം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന, ഏകരായി ഒറ്റക്കായി റബ്ബിന്റെ മുന്നിൽ വന്നു ചേരുന്ന രംഗമാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഭൂമിയെ ചുരുട്ടിപ്പിടിക്കുന്ന, ആകാശത്തെ അവന്റെ വലത് കൈയിൽ അവൻ ചുരുട്ടിപ്പിടിക്കുന്ന, ഭൂമി അവൻ കയ്യിലെടുക്കും, ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. എന്നിട്ട് അവൻ ചോദിക്കും, അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഞാനാണ് യഥാർത്ഥ രാജാവ്. ഭൂമിയുടെ അധികാരികൾ എവിടെ പോയി, ഭൂമിയിലെ രാജാക്കന്മാർ എവിടെ പോയി എന്നവൻ ചോദിക്കുന്ന രംഗം പ്രിയമുള്ളവരെ വരാനുണ്ട്. അവിടെ രക്ഷപ്പെടാൻ ഇവിടെ ഒന്നുമില്ലാത്ത നമ്മൾ, നമ്മുടെ ജീവിതവും ഈ ഭൂമിയും ആകാശവും ഇവിടെയുള്ള പർവ്വതങ്ങളുമെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണോ ആ റബ്ബിന്റെ ശറ അനുസരിക്കുക, അവന്റെ ദീൻ പാലിക്കുക. ഇതാണ് ഇസ്ലാം. സുബ്ഹാനല്ലാഹ്, എത്ര എളുപ്പമാണ്, എത്ര മഹത്തരമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവൻ ഇതൊന്നും വെറുതെയല്ല നിശ്ചയിച്ചിട്ടുള്ളത് എന്നതുപോലെ നമ്മെ അവൻ പടച്ചതും വെറുതെയല്ല. അവൻ നമ്മെ സൃഷ്ടിച്ചതിനു പിന്നിൽ ലക്ഷ്യമുണ്ട്, ഏറ്റവും മഹത്തരമായ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയോ ജിന്നുവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. പ്രിയമുള്ളവരെ, റബ്ബിനെ മാലിക്കുൽ മുൽക്കായ, സകല അധികാരവും ആരുടേതാണോ, എല്ലാത്തിനും കഴിവുള്ള റബ്ബാരോ
അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അവന്റെ കൽപ്പനകൾ അനുസരിച്ചു ജീവിക്കുവാനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത്. ഇതിനെല്ലാം കഴിവുള്ള റബ്ബ്, ഒരു കഴിവുമില്ലാത്ത നമ്മൾ ആ റബ്ബിനെ അനുസരിക്കുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് ഉണരാൻ, ശ്രദ്ധയുള്ളവരാകാൻ സമയമായിരിക്കുന്നു, നേരമടുത്തിരിക്കുന്നു. തിന്മകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ നേരമായിരിക്കുന്നു സഹോദരങ്ങളെ. ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ, പരലോകം ലക്ഷ്യമാക്കി ജീവിക്കാൻ സമയമായിരിക്കുന്നു. ഇതാ കിടക്കുന്നു നിന്റെ ദുനിയാവ്. നിന്റെ ദുനിയാവ് ഇതാ മണ്ണിനടിയിൽ കിടക്കുകയാണ്. സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, പോറ്റി വളർത്തിയ മക്കൾ, സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ നിസ്സഹായരായി ആരുണ്ടിന് ഞങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന, എന്റെ കൈവിട്ടുപോയല്ലോ, രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് നിലവിളിക്കുന്ന മനുഷ്യരെ കണ്ടില്ലേ സഹോദരങ്ങളെ? ഇതാണ് നീ ആഗ്രഹിക്കുന്ന, നീ പിന്നാലെ ഓടിച്ചെല്ലുന്ന ദുനിയാവിന്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പറയുക, ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുവോ ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ മുഖാമുഖം കാണുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة, പിന്നെ രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. ഫയുനബ്ബിഉകും, അപ്പോൾ അവൻ നിങ്ങൾക്ക് വിവരമറിയിച്ചു തരും. ബിമാ കുൻതും തഅമലൂൻ, എന്തായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, എന്തായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ച്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നത് വരെ സമയമുണ്ട്. അല്ലാഹുവിനെ സ്മരിക്കാൻ, അവന്റെ ദീൻ പഠിക്കാൻ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ, അല്ലാഹുവിനെ അനുസരിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക, തഖ്വ പാലിച്ചുകൊള്ളുക. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനുകളെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊള്ളുക. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ഏത് സമയത്താണ് മരണം എത്തിച്ചേരുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും അല്ലാഹുവിനെ സൂക്ഷിക്കുക. നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അവർക്ക് ദീൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ദീൻ അവർ പാലിക്കുന്നുണ്ടോ എന്നതിൽ ശ്രദ്ധ ചെലുത്തുന്ന കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. സമ്പത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അത് സമ്പാദിക്കുന്നിടത്ത്, അത് ചെലവഴിക്കുന്നിടത്ത് അല്ലാഹുവിനെ സൂക്ഷിക്കുക. പ്രിയമുള്ളവരെ, അല്ലാഹുവിന് മുന്നിൽ വിനയാന്വിതരാകേണ്ട, അഹങ്കാരവും താൻ പോരിമയുമെല്ലാം ഉപേക്ഷിക്കേണ്ട സമയമാണിത്. അഹങ്കാരവും താൻ പോരിമയും അതുകൊണ്ട് നടക്കാൻ മനുഷ്യരൊരു അവകാശവുമില്ല. യഥാർത്ഥത്തിൽ മനുഷ്യനൊന്നിനും കഴിവില്ലാത്തവനാണ്, അവനങ്ങേയറ്റം വിലയില്ലാത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബൈനമാ റജുലുൻ യംശി ഫി ഹുല്ലത്തിൻ തുഅ്ജിബുഹു നഫ്സുഹു മുറജ്ജിലുൻ ജുമ്മതഹു ഇദ് ഖസഫ അല്ലാഹു ബിഹിൽ അർദ് ഫഹുവ യതജൽജലു ഫീഹാ ഇലാ യൗമിൽ ഖിയാമഹ്. പണ്ടൊരിക്കൽ ഒരാൾ അഹങ്കരിച്ച് തന്റെ വസ്ത്രത്തിലൊക്കെ ആശ്ചര്യം കൊണ്ട്, തന്റെ ചീകിയ ഭംഗിയുള്ള മുടിയിൽ ആശ്ചര്യം കൊണ്ട് താൻ വലിയ ആളാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇദ് ഖസഫ ബിഹിൽ അർദ്, അല്ലാഹു ഭൂമിയിൽ അവനെ ആഴ്ത്തിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഖുർആനിലും സുന്നത്തിലും പലതവണ അല്ലാഹു പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് ഖസ്ഫ് എന്ന് പറയുന്ന ഒരു രൂപത്തിലുള്ള ശിക്ഷ, ആ പരീക്ഷണം. ഖസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ മനുഷ്യരെ അല്ലാഹു ആഴ്ത്തിക്കളയുക. സുബ്ഹാനല്ലാഹ്, ഉരുൾപൊട്ടലുകളെ ഖസ്ഫിന്റെ വകുപ്പിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്, അതിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് എന്നോർക്കുക. അല്ലാഹു ഭൂമിയിൽ താഴ്ത്തിക്കളയുക, മനുഷ്യർ ഭൂമിക്ക് അടിയിലായി തീരുക ജീവനോടെ. നോക്കൂ, പണ്ടുകാലത്ത് ഒരാൾ അഹങ്കരിച്ചിങ്ങനെ നടക്കുമ്പോൾ അല്ലാഹു അവനെ ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു. അന്ത്യനാൾ വരെ അവൻ ഭൂമിക്കടിയിലേക്ക് ആണ്ടാണ്ട് പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖാറൂനിന് അല്ലാഹു നൽകിയ ശിക്ഷ അപ്രകാരമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവന് മുന്നിൽ വിനയമുള്ളവരാവുക. ഒരാൾക്കും തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ അല്ലാഹുവിങ്കൽ ഒരു ശ്രേഷ്ഠതയുമില്ല. അറബിക്ക് അനറബിയുടെ മുകളിലോ, കറുത്തവന് വെളുത്തവന്റെ മുകളിലോ, വെളുത്തവന് കറുത്തവന്റെ മുകളിലോ, പണക്കാരന് പാവപ്പെട്ടവന്റെ മുകളിലോ, നേരെ തിരിച്ചോ ഒരാൾക്കും ഒരാളുടെ മുകളിലും ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ മുഖേനയല്ലാതെ.
അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവർ, ആദരവുള്ളവർ, നിങ്ങളിൽ ഏറ്റവും അല്ലാഹുവിനെ സൂക്ഷിച്ചവർ ആരാണോ, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരാണോ അവർക്കാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. പ്രിയമുള്ളവരെ, അല്ലാഹുവും അവന്റെ റസൂലും വിലക്കിയ തിന്മകൾ വല്ലതും എന്നിലുണ്ടെങ്കിൽ, നിങ്ങളിലുണ്ടെങ്കിൽ, വാക്കിലോ പ്രവർത്തിയിലോ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങാനുള്ള സമയമാണിത്. അവരിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, തിന്മ ഉപേക്ഷിക്കാനുള്ള സമയമാണിത്. ഇപ്പോൾ നീ തൗബ ചെയ്തില്ല എങ്കിൽ, ഇപ്പോൾ നിന്റെ മനസ്സിന് അലിവ് വരുന്നില്ല എങ്കിൽ, ഇനി എപ്പോഴാണ് സഹോദര, ഇനി എപ്പോഴാണ് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക? ഇനിയെപ്പോഴാണ് നീ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ നിർബന്ധമാക്കി 5 നിസ്കാരങ്ങൾ അതിൽ ശ്രദ്ധയുള്ളവനാവുക? സഹോദരിമാർ അവരുടെ വേഷത്തിൽ, അവരുടെ മര്യാദകളിൽ, അവരുടെ ഇടപാടുകളിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാവുക, ലജ്ജയുള്ളവരാവുക. ഇനിയെപ്പോഴാണ് ഹറാം നാം ഉപേക്ഷിക്കുക? അതുകൊണ്ട് അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുക, ഇസ്തിഗ്ഫാർ നടത്തുക. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയ വഴികളിൽ ഒന്നാണ് അവനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുക എന്നത്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഓ നബിയെ, അങ്ങ് അവരിൽ ജീവിച്ചിരിക്കവേ അല്ലാഹു ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല. അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടരുടെ ഇടയിൽ ജീവിച്ചിരിക്കവേ അല്ലാഹു അവരെ ശിക്ഷിച്ചു കളയുകയില്ല. നോക്കൂ, ആ സംരക്ഷണം ഇന്ന് നമ്മുടെ കൂടെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരിക്കുന്നു. ഇനി ഒരേ ഒരു വഴിയാണുള്ളത്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ, അല്ലാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് റബ്ബ് പറയുകയാണ്. അതുകൊണ്ട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, ധാരാളമായി അല്ലാഹുവിലേക്ക് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തു മടങ്ങുക. അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അവരെ സഹായിക്കുക. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന, സഹായിച്ചാൽ അവരിലെത്തും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പുള്ള വഴികൾ നമ്മൾ അതിന് സ്വീകരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരങ്ങൾക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അവരിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ ഷഹീദുകളുടെ പദവി നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരിൽ ബാക്കിയായവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്കും അവർക്കും തിന്മകൾ പുറത്തു നൽകുകയും അവന്റെ റഹ്മത്തിൽ അവൻ നമ്മേവരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على نبينا محمد.